എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയൊരു ക്ലാസ്, പുതിയൊരു ലെസൺ നമ്മൾ ഇന്നെടുക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ജണ്ടവരിശകൾ, 5ാമത്തെ വരിശകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാടിയതും പറഞ്ഞതും. ഇന്ന് നമ്മുടെ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ജണ്ടവരിശകൾ കുറേ ഉണ്ട്. അപ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ടത് കുറച്ചെങ്കിലും പ്രധാനപ്പെട്ട കുറേ വരിശകൾ എന്തായാലും നമ്മൾ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും വേണം. ഇന്ന് നമ്മുടെ ജണ്ടവരിശകളിൽ 6ാമത്തെ ജണ്ടവരിശയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി എടുക്കുന്നത്. ജണ്ടവരിശകൾ 6. അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇത്രയും കാലം അതെല്ലാം 2-2 സാ സാ രീ രി ഗ ഗ സാരി സാരി അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഈ 6ാമത്തെ വരിശയിൽ മാത്രം എല്ലാം ജണ്ടമായിട്ട് തന്നെയാണ് പാടുമ്പോൾ വരിക. പക്ഷേ ഇത് സാ 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 രീ രി രി ഗ ഗ. ആദ്യത്തെ സ്വരം 3 പ്രാവശ്യം, രണ്ടാമത്തെ സ്വരവും 3 പ്രാവശ്യം, അടുത്ത സ്വരം 2 പ്രാവശ്യം. മൊത്തം 3 സ്വരങ്ങൾ. ആദ്യത്തെ സ്വരം 3 പ്രാവശ്യം, രണ്ടാമത്തെ സ്വരം 3 പ്രാവശ്യം, മൂന്നാമത്തെ സ്വരം 2 പ്രാവശ്യം. അതാണ് അതിൻ്റെ ഓർഡർ. സ സ സ രി 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 ഗ ഗ. പിന്നെ സ സ രി രി ഗ ഗ മാമ നമ്മൾ എല്ലാത്തിലും ഉള്ളതാണ് ജണ്ടം. പിന്നെ രി 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 ഗ ഗ ഗ മാ മാ 3 3 2. രി രി ഗ ഗ മാ മാ പ പ. അടുത്ത ലൈൻ ഗ ഗ ഗ മാ 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 പ പ. ഒരു വര ഗ ഗ മാ മാ പ പ ധ ധ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം 2 വര വരയ്ക്കണം, താളം തുടങ്ങി. 8 സ്വരം കഴിഞ്ഞാൽ 1 വര വരയ്ക്കണം, താളം പകുതിയായി. അടുത്ത 8 സ്വരം കഴിഞ്ഞാൽ 2 വര വരയ്ക്കണം, താളം അവസാനിച്ചു. അത് മറക്കാതെ എല്ലാവരും നോട്ട് എഴുതുമ്പോൾ അത് അങ്ങനെ എഴുതിക്കണം. 2 വര, 1 വര, 2 വര. അതാണ് ഒരു ലൈൻ, ഒരു താളം. അടുത്തത് മാ 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 പ പ പ ധ ധ. മാ മാ പ പ ധ ധ നീ നീ. പ പ പ ധ ധ ധ നീ നീ. പ പ ധ ധ നീ നീ സ സ. ഇനി അവരോഹണം. സ സ സ നീ 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 ധ ധ. സെയിം ഓർഡർ. സ സ നീ നീ ധ ധ പ പ. നീ 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 ധ ധ ധ പ പ. നീ നീ ധ ധ പ പ മ മ. ധ ധ ധ പ പ പ മ മ. ധ ധ പ പ മ മ ഗ ഗ. പ പ പ മ മ മ ഗ ഗ. പ പ മ മ ഗ ഗ രി രി. മ മ മ ഗ ഗ ഗ രി രി. മ മ ഗ ഗ രി രി സ സ. അതാണ് ആ സ്വരത്തിൻ്റെ ഓർഡർ. 6ാമത്തെ ജണ്ടവരിശയുടെ ഓർഡർ. നിങ്ങളത് വൃത്തിയായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതിൻ്റെ തൊട്ട് താഴെ ജണ്ടവരിശകൾ 6 എന്നിട്ടിട്ട് ഈ വരിശകൾ സാറി പറഞ്ഞ ഓർഡറിൽ എഴുതുക. ആദ്യം 2 വര, ഇടയ്ക്കൊരു വര, ലാസ്റ്റ് 2 വര. അങ്ങനെ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് കൃത്യമായി എഴുതിയെടുക്കുക. അറിയാമല്ലോ, 3 സ്വരങ്ങളാണ് സ ഡി ഗ. അപ്പോൾ ആദ്യത്തെ സ്വരം 3 എണ്ണം സ സ സ. രണ്ടാമത്തെ സ്വരം 3 എണ്ണം രി രി രി. മൂന്നാമത്തെ സ്വരം 2 എണ്ണം ഗ ഗ. എല്ലാം സെയിം ഓർഡറിലാണ് വരിക. ആദ്യത്തെ സ്വരവും രണ്ടാമത്തെ സ്വരം 3 3, അടുത്ത സ്വരം 2 എണ്ണം. 1 2 3 3, മൂന്നാമത്തത് 2. ആ ഓർഡർ വെച്ച് കൃത്യമായിട്ട് എഴുതി കൊണ്ടുപോയി. ആ ഓർഡർ കിട്ടിയാൽ നിങ്ങൾക്ക് പാടാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ആ സ്വരത്തിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പാടാൻ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അതെങ്ങനെ പാടുക എന്ന് നോക്കാം. 3 പ്രാവശ്യം സാ എന്ന് പറഞ്ഞാൽ 3 ഒരേ സായാണ്. അപ്പോൾ 3 ഒരുപോലെ പാടുക. 3 രീ എന്ന് പറഞ്ഞാൽ ഒരേ രീയാണ്, ഒരേപോലെ പാടുക. 2 ഗ എന്ന് പറഞ്ഞാൽ ഒരേ ഗായാണ്, ഒരേപോലെ പാടുക. ഒരു സ്വരം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നാലും ഒരേപോലെ തന്നെ, നോ ചേഞ്ച്, ഒരു ചേഞ്ചും ഇല്ലാതെ കൃത്യമായിട്ട് അതുപോലെ തന്നെ പാടിക്കണം. അപ്പം അപ്പം അങ്ങനെ ഏത് സ്വരമാണോ റിപ്പീറ്റേഷൻ വരുന്നത്, റിപ്പീറ്റേഷൻ പറഞ്ഞാൽ സെയിം നോട്ട് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അത് അതുപോലെ തന്നെ പാടുക. അവിടെ വേറെ ഒന്നും നിങ്ങൾ ട്യൂണ് മാറ്റാനൊന്നും പാടില്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പം നോക്കിക്കോളൂ. സ സ സ രി 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 ഗ ഗ. സ സ രി രി ഗ ഗ മ മ. രി 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 ഗ ഗ ഗ മ മ. രി രി ഗ ഗ മ മ പ പ. ഗ ഗ ഗ മ മ മ പ
pa ga ga ma ma pa pa dha dha ma 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 pa 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 dha dha ma ma pa pa dha dha ni ni pa 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 dha 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 ni ni pa pa dha dha ni ni sa 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 ni 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 da da sa sa ni ni da da pa pa ni 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 da 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 pa pa ni ni da da pa pa ma ma da 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 pa 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 ma ma da da pa pa ma ma ga ga pa 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 ma 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 ga ga pa pa ma ma ga ga ri ri ma 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 ga 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 ri ri ma ma ga ga ri ri sa sa. ആദ്യം നിങ്ങൾ നോട്ട് എഴുതിയതിന് ശേഷം ഈ ഓർഡർ നല്ലതുപോലെ വെറുതെ പാടി അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ അതിൻ്റെ ട്യൂണ് വൃത്തിയാക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഒന്നാം കാലത്തിലേക്ക് പോവുക. ഒന്നാം കാലം നിങ്ങളിപ്പോൾ കുറേ ലെസൺസ് നമ്മൾ പാടിയല്ലോ. ജണ്ടപരീക്ഷയിൽ ഇപ്പോൾ നമ്മൾ 5 എണ്ണം പാടിക്കഴിഞ്ഞു. ഇത് 6ാമത്തതാണ്. അപ്പോൾ ഒരടിക്ക് 2 സ്വരം, എങ്ങനെ സ്വരം മാറി മറിഞ്ഞ് വന്നാലും ഒരടിക്ക് 2 സ്വരം. sa 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 di 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 ga ga sa sa di di ga ga ma ma ri 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 ga 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 ma ma ri ri ga ga ma ma pa pa ga 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 ma 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 pa pa ga ga ma ma pa pa dha dha ma 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 pa 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 dha dha ma ma pa pa dha dha ni ni pa 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 dha 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 ni ni pa pa dha dha ni ni sa 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 ni 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 da da sa sa ni ni da da pa pa ni 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 da 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 pa pa ni ni da da pa pa ma ma da 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 pa 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 ma ma da da pa pa ma ma ga ga pa 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 ma 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 ga ga pa pa ma ma ga ga ri ri ma 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 ga 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 ri ri ma ma ga ga ri ri sa sa. ഒന്നാം കാലം. അപ്പോൾ ആദ്യം നോട്ട് എഴുതുക, സ്വരങ്ങൾ ആദ്യം വെറുതെ പാടി പഠിക്കുക, അതിനുശേഷം ഒന്നാം കാലം താളം പിടിച്ച് പാടി പഠിക്കുക, അതിനുശേഷം അത് തറവായതിനു ശേഷം മാത്രം രണ്ടാം കാലത്തിലേക്ക് പോവുക. അറിയാം, അങ്ങനെയാണ്. ഒരടിക്ക് 4 സ്വരം. നമ്മുടെ ഒന്നാം കാലം 2, രണ്ടാം കാലം 4. സ സ സ രി 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 ഗ ഗ സ സ രി രി ഗ ഗ മ മ രി രി രി
ഗ ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ ഗ മ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ മ പ പ പ ദ ദ മ മ പ പ ദ ദ നീ നീ പ പ പ ദ ദ ദ നീ നീ പ പ ദ ദ നീ നീ സ സ സ സ സ നീ 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 ദ ദ സ സ നീ നീ ദ ദ പ പ നീ 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 ദ ദ ദ പ പ നീ നീ ദ ദ പ പ മ മ ദ ദ ദ പ പ പ മ മ ദ ദ പ പ മ മ ഗ ഗ പ പ പ മ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ മ ഗ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. രണ്ടാം കാലം. രണ്ടാം കാലം നല്ലതുപോലെ പാടി ശ്രുതിയിട്ട് താളമടിക്കുമ്പോൾ നിങ്ങൾ കാലിൽ താളമടിക്കണം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് സാർ ഇങ്ങനെ കയ്യിൽ താളമടിച്ച് കാണിക്കുന്നത്. കാലിൽ താളമടിച്ച് രണ്ടാം കാലം ശരിയാക്കുക. അത് കഴിഞ്ഞാലോ പിന്നെ നമ്മൾ പോകുന്ന അടുത്ത കാലത്തിലേക്കാണ് മൂന്നാം കാലം. 8 സ്വരം. സ സ സ രി 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 ഗ ഗ. 8 സ്വരമായി. സ സ രി രി ഗ ഗ മ മ രി 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 ഗ ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ ഗ മ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ മ പ പ പ ദ ദ മ മ പ പ ദ ദ നീ നീ പ പ പ ദ ദ ദ നീ നീ പ പ ദ ദ നീ നീ സ സ സ സ സ സ സ നീ 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 ദ ദ സ സ നീ നീ ദ ദ പ പ നീ 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 ദ ദ ദ പ പ നീ നീ ദ ദ പ പ മ മ ദ ദ ദ ദ ദ ദ പ പ പ മ മ ദ ദ പ പ മ മ ഗ ഗ പ പ പ മ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ മ ഗ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. അതാദ്യം ഒന്ന് പാടി മൂന്നാം കാലം വെറുതെ പാടുക, താള പഠിക്കാതെ ആദ്യം ഒന്ന് വെറുതെ പാടി ശ്രുതിയുടെ കൂടെ പാടി അതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്ലുവൻ്റ് ആക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ താളത്തിലേക്ക് പോവുക. സ സ സ രി 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 ഗ ഗ സ സ രി രി ഗ ഗ മ മ രി 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 ഗ ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ ഗ മ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ മ പ പ പ ദ ദ മ മ പ പ ദ ദ നീ നീ പ പ പ ദ ദ ദ നീ നീ പ പ ദ ദ നീ നീ സ സ സ സ സ നീ 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 ദ ദ സ സ നീ നീ ദ ദ പ പ നീ 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 ദ ദ ദ പ പ നീ നീ ദ ദ പ പ മ മ ദ ദ ദ പ പ പ മ മ ദ ദ പ പ മ മ ഗ ഗ. അപ്പോൾ താളം നമ്മൾ 2 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞു. പ പ പ മ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ മ ഗ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ മ മ മ ഗ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. അപ്പോൾ എന്തായി? നമ്മൾ ഇതിനു മുമ്പുള്ള വരിശകൾ പാടിയ പോലെ മൂന്നാം കാലം പാടിയപ്പോൾ താളം പകുതിയിൽ വന്നു. ഒരടി 3 ഫിംഗർ 4 ബീറ്റ് കഴിഞ്ഞു. ഇനി അടി വീച്ച് വീണ്ടും 4 ബീറ്റ് ഉണ്ട്. അപ്പോൾ താളത്തിൻ്റെ പകുതിയിൽ നിന്ന് അടുത്ത റൗണ്ട് തുടങ്ങണം. ആദ്യം മുതൽ വീണ്ടും സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നർത്ഥം. നമ്മൾ നേരത്തെ പാടിയ പോലെ സെയിം ഓർഡർ, ഒരു വ്യത്യാസവും ഇല്ല. അപ്പം സ സ സ രി 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 ഗ ഗ സ സ രി രി ഗ ഗ മ മ രി 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 ഗ ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ ഗ മ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ മ പ പ പ ദ ദ മ മ പ പ ദ ദ നീ നീ പ പ പ ദ ദ ദ നീ നീ പ പ ദ ദ നീ നീ സ സ സ സ സ നീ 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 ദ ദ സ സ നീ നീ ദ ദ പ പ നീ 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 ദ ദ ദ പ പ നീ നീ ദ ദ പ പ മ മ ദ ദ ദ പ പ പ മ മ ദ ദ പ പ മ മ ഗ ഗ പ പ പ മ മ ഗ മ പ പ പ മ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ മ ഗ ഗ ഗ രി രി മ മ ഗ ഗ രി രി സണ്ടോ പ പ പ അവസാനത്തെ അടിയിൽ നിന്ന് വെച്ച് പ പ പ മ മ ഗ മ പ പ പ മ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ മ ഗ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. അപ്പം രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു. മനസ്സിലായോ? അപ്പം മൊത്തം നമ്മൾ 2 റൗണ്ട് ആദ്യം നമ്മൾ പാടി 2 റൗണ്ട് ടോട്ടലായിട്ട് നമ്മൾ പാടുമ്പോഴാണ് അത് നമ്മൾ താളം തുടങ്ങിയത് എവിടെയാണ് അവിടെ വന്ന് നിൽക്കുകയുള്ളൂ. സമത്തിന് വന്ന് നിൽക്കുക. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ആ ഓർഡറിൽ പ്രാക്ടീസ് ചെയ്യുക.
അപ്പം ആദ്യം നോട്ട് എഴുതുക, അതിനുശേഷം ആ നോട്ട് വൃത്തിയായിട്ട് 2 വര 1 വര 2 വര അതെല്ലാം കൃത്യമായി നോട്ട് എഴുതി വെക്കുക. അതിനുശേഷം ആ സ്വരത്തിൻ്റെ ഓർഡർ, 6ാമത്തെ വരിശകളുടെ ഓർഡർ എങ്ങനെയാണ്, ആ ഓർഡർ പഠിക്കുക. പലതും പല ഓർഡറാണല്ലോ. സ സരി സ സരി സരി സ സരി രി ഗ സരി ഗ സ സരി രി ഗ ഗ രി രി, ഇത് സ സ സരി രി രി ഗ ഗ. അപ്പോൾ ആ ഓർഡർ ആദ്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാടാൻ കുറച്ചുകൂടി ഈസി ആവും. അത് ആദ്യം ഓർഡർ നല്ലപോലെ പാടി ഒന്ന് ഫ്ലുവൻ്റ് ആക്കുക. അതിനുശേഷം അത് 1ാം കാലത്തിലേക്ക് വരിക. ആ 1ാം കാലം നല്ലതുപോലെ പാടി ഓക്കെയാണ്, നിങ്ങൾ പക്കയാണ്, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് സ്വയം ബോധ്യം ഉണ്ടെങ്കിൽ അടുത്ത 2ാം കാലത്തിലേക്ക് പോവുക. 2ാം കാലം അതുപോലെ തന്നെ പാടി നല്ലപോലെ ബോധ്യപ്പെട്ടതിന് ശേഷം 3ാം കാലത്തിലേക്ക് പോവുക. അതിനുശേഷം മാത്രം അതെല്ലാം നല്ലപോലെ തറവായിട്ട് നിങ്ങൾ ഓക്കെയാണ്, ഒരു പ്രശ്നം എനിക്കില്ല, ഞാൻ പാടുന്നത് പക്കയാണ്, നിങ്ങൾക്ക് സ്വയം ബോധ്യത്തോടു കൂടി സാറ് പാടുന്നത് നിങ്ങൾ പാടുന്നത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഒരേപോലെയാണ് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ആകാരത്തിലേക്ക് പോകും. സ സരി സ സ സരി രി രി ഗ ഗ ആ ഈ പഠിക്കുന്ന എല്ലാം അകാര, ഇകാര, ഉകാര, യകാര, ഒകാര, മകാരങ്ങൾ എല്ലാം പ്രാക്ടീസ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ത്രോട്ടിനുള്ള പ്രാക്ടീസ്. അപ്പോൾ നിങ്ങളുടെ ത്രോട്ടൊന്ന് ഫ്ലെക്സിബിൾ ആവാനും നമ്മുടെ കപ്പാസിറ്റി കൂട്ടാനുമുള്ള എക്സർസൈസാണ് ഈ അകാര, ഇകാര, മകാരങ്ങളുള്ളത്. നമ്മുടെ ത്രോട്ടൊന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ അവിടെ എന്നൊക്കെ പാടി വരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ത്രോട്ടിങ്ങനെ സ സ സ സ സ രി 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 ഗ ഗ സ സ രി രി ഗ അങ്ങനെ പാടിയിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ സരി 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 ഗ മ സ സരി രി ഗ ഗ മ മ, ഇതുകൊണ്ട് ഈ പാടുന്ന എല്ലാ അകാര, ഇകാര, മകാരങ്ങൾ പാടിയെടുക്കുമ്പോഴാണ് നമ്മുടെ ത്രോട്ടിനുള്ള എക്സർസൈസ് ആവുള്ളൂ. മറ്റേത് നമ്മൾ അതെന്താണ്, ആ വരിശകൾ, അതിൻ്റെ ഫോം എങ്ങനെയാണ്, അതിൻ്റെ ട്യൂൺ എങ്ങനെയാണ്, അതെങ്ങനെയാണ് പാടുക എന്നുള്ളതാണ്. ആ സ്വരം മാത്രം പാടിക്കൊണ്ട് നമ്മുടെ ത്രോട്ട് എക്സർസൈസ് ആവില്ല. സാധകം എന്ന് പറയുന്നത് ഈ അകാര, ഇകാര, മകാരങ്ങൾ ശ്രുതിയിട്ട് താളം പിടിച്ച് നല്ല വൃത്തിയായിട്ട് 2, 3, 4 കാലങ്ങൾ ഇങ്ങനെ മാറ്റി നമ്മൾ കുറേ കാലം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ത്രോട്ട് നല്ല ഫ്ലെക്സിബിൾ ആവുന്നതും നമ്മൾ വിചാരിക്കുന്ന പോലെ ഏതൊരു പാട്ടും ഏതൊരു സംഗതിയും വൃത്തിയായിട്ട് പാടാൻ സാധിക്കുക. അപ്പോൾ എല്ലാവരും പഠിക്കുന്ന എല്ലാവരും ഇത് താല്പര്യത്തോടു കൂടി ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. പഠിക്കുന്നവർ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. വെറുതെ ജസ്റ്റ് ഇങ്ങനെ കേട്ട് പോകുന്നവർ, അവരെ നമ്മളൊന്നും പറയുന്നില്ല, അവരോട് നിർബന്ധിക്കുന്നില്ല. പഠിക്കാൻ താല്പര്യമുള്ളവർ, ഇതൊരു ക്ലാസ്സായിട്ട് കണക്കൂട്ടി പഠിക്കുന്നവർ നല്ലപോലെ സാറ് പറയുന്ന അതേ രീതിയിൽ മെത്തേഡിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും എത്ര വലിയ ഫീസ് കൊടുത്താലും ഇതൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യൂ, നല്ലപോലെ പഠിക്കൂ. നമ്മുടെ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യൂ, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യൂ, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളിനി അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഒരു 2 ജണ്ടവരിശ കൂടെ പഠിച്ചാൽ നമുക്ക് ജണ്ടവരിശ ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത വരിശകളിലേക്ക് പോകാം. ഓക്കെ, അപ്പം എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ പഠിക്കൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.